+1 കെമിസ്ട്രിയിലെ സ്ട്രക്ചർ ഓഫ് ആറ്റം എന്ന് പറയുന്ന ചാപ്റ്ററിലെ ആദ്യത്തെ ഭാഗം ഫണ്ടമെന്റൽ പാർട്ടിക്കിൾ ഓഫ് ആൻ ആറ്റം എന്ന് പറയുന്ന പാർട്ടിൽ നിന്നും 5 ചോദ്യങ്ങൾ വളരെ എളുപ്പത്തിൽ പറയാൻ പറഞ്ഞാൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒന്നാമത്തെ ചോദ്യം ഇതാണ്. വാട്ട് ആർ ദ പ്രോപ്പർട്ടീസ് ഓഫ് കാഥോഡ് റേ ആൻഡ് ആനോഡ് റേ? 1 2 3 4 5 6 പോയിന്റുകളുണ്ട്. അതിൽ ഒന്നാമത്തെ പോയിന്റ് ഓർമ്മയുണ്ടല്ലോ, ദേ ക്യാൻ ട്രാവൽ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ എന്നാണ്. രണ്ടാമത്തത് ദേ ക്യാൻ ബി ഡിഫ്ലക്റ്റഡ് ബൈ ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് എന്ന് തുടങ്ങുന്ന 6 പോയിന്റുകൾ വ്യക്തമായിട്ട് നമുക്ക് പറയാൻ കഴിയണം, അത് ഓർത്ത് വെക്കണം. രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ഇലക്ട്രോണിന്റെയും പ്രോട്ടോണിന്റെയും ന്യൂട്രോണിന്റെയും ഒക്കെ ചാർജും മാസും. എൻ്റെ പൊന്നുമക്കളെ ഗംഭീരമായി പഠിച്ചോണം, കാരണം എപ്പോഴും പരീക്ഷയ്ക്ക് തലക്കുള്ള ക്വസ്റ്റ്യൻ ആണ് നമ്മൾ പഠിക്കണം. മൂന്നാമത്തത് ഹൗ ആർ ആനോഡ് റേസ് ആർ ഫോംഡ്? ആനോഡ് റേ എങ്ങനെയാണ് ഉണ്ടാകുന്നത്? ആനോഡ് റേ ആനോഡിൽ നിന്നുണ്ടാകും എന്നൊന്നും എഴുതി കളയരുത്. കാഥോഡ് റേ ആദ്യം ഫോം ചെയ്യുന്നത് കാഥോഡിൽ നിന്നാണ്, പക്ഷെ ആനോഡ് റേ എവിടെ നിന്നുണ്ടാകും? സാറ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, ഓർത്ത് വെക്കണേ. അതുപോലെ വൈ ഈസ് ഇലക്ട്രോൺ കാൾഡ് ഫണ്ടമെന്റൽ പാർട്ടിക്കിൾ? ഇലക്ട്രോണിന്റെ ഫണ്ടമെന്റൽ പാർട്ടിക്കിൾ എന്ന് പറയാനുള്ള കാരണം 100 തവണ ഞാൻ പറയുകയാണ്, ആവർത്തിച്ച് പറയുകയാണ്. ഈ ഒരു ചോദ്യം വരുന്ന പരീക്ഷയ്ക്ക് ഉണ്ടാവും, ഓണപരീക്ഷ ഉണ്ടാവും കേട്ടോ. അതുപോലെ ന്യൂട്രോൺ എങ്ങനെയാണ് ഉണ്ടാകുന്നത്? അപ്പൊ ന്യൂട്രോൺ ഉണ്ടാകുന്നത് പഠിച്ചിട്ടുണ്ടല്ലോ അല്ലെ? അപ്പൊ ഇങ്ങനെ ഒരു 5 ചോദ്യങ്ങൾ ഫണ്ടമെന്റൽ പാർട്ടിക്കിൾ എന്ന് പറഞ്ഞ ആദ്യത്തെ പാർട്ടിൽ നിന്നും, അതായത് നമ്മുടെ ആദ്യത്തെ വീഡിയോ ക്ലാസ്സിൽ നിന്നും ഈ 5 ചോദ്യങ്ങൾ മാസമായിട്ട് നമുക്ക് പഠിച്ചു വെക്കാം. അപ്പോഴേ രണ്ടാമത്തെ ക്ലാസ്സിൽ നിന്നും ഇതുപോലെ 5 ചോദ്യങ്ങൾ പറയാൻ പറഞ്ഞാൽ അത് നമുക്ക് അടുത്ത വീഡിയോ നോക്കാം.